ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാനൊരു പപ്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ ഒരു പപ്സിൻ്റെ ഷീറ്റ് നമ്മൾ പൊറോട്ടയുടെ മാവ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട പപ്സാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. സാധാരണ പപ്സിൻ്റെ അത്രയൊന്നും പണിയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊറോട്ടയുടെ മാവ് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് അല്ലെങ്കിൽ ഡാൽഡ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ കുറച്ച് ടേസ്റ്റ് അധികം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൽഡ യൂസ് ചെയ്യാം, അതുപോലെ ബട്ടർ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഒരു 2 കപ്പിനടുത്ത് വേണ്ടി വരും. ഇപ്പോൾ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് മാവ് യൂസ് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാനും വേണ്ടിയിട്ടൊക്കെ കുറച്ചൊരു ഓയിലിൻ്റെ കൂട്ട് വേണം. അതിന് 2 ടീസ്പൂൺ നെയ്യും ഒരു 3 ടീസ്പൂണോളം ഓയിലും ചേർത്തിട്ട്, സൺഫ്ലവർ ഓയിൽ കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാവിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ എടുത്താൽ മതി. മാവ് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, പരത്തി വെച്ചതിന് ശേഷമാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. കുറച്ച് പൊടി വിതറിയിട്ട് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് റൗണ്ടായിട്ട് പരത്തിയെടുക്കാം. എല്ലാം ഒരുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ആ നെയ്യിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയൊന്ന് വിതറി കൊടുത്തതിന് ശേഷം ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ ആദ്യം നെയ്യൊന്ന് പുരട്ടിയെടുക്കുക. കംപ്ലീറ്റ് എല്ലാ ഭാഗത്തേക്കും ആകാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയും ഇതുപോലെ വിതറി കൊടുക്കുക. അതും എല്ലാ ഭാഗത്തേക്കും ആയിട്ടൊന്ന് വിതറി കൊടുക്കണം. അടുത്ത ചപ്പാത്തി വെച്ച് കൊടുക്കുക. ഇത് ഒരു 8 എണ്ണം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. 8 പൊറോട്ടയാണ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട്. ഇതേ രീതിയിൽ പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എളുപ്പമായിട്ട് നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ പെർഫെക്റ്റിൽ പൊറോട്ട കിട്ടും. അതിൻ്റെ വീഡിയോ കണ്ടു നോക്കാത്തവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, സാലി കിച്ചൻ പൊറോട്ട എന്ന്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരു പൊറോട്ടയുടെ മാവ് വെച്ച് കൊടുക്കുക, നെയ്യ് തടവി കൊടുക്കുക, കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റത്തെ ഒന്ന് വെച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് മാത്രം തടവി കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇത് മാക്സിമം 1 മണിക്കൂർ മാറ്റി വെക്കണം. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പപ്സിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് 1 ടീസ്പൂണോളം ഇഞ്ചി കട്ട് ചെയ്തതും 2 പച്ചമുളക്, 2 സവാള കട്ട് ചെയ്തതും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് സാധാരണ സവാള വഴറ്റിയെടുക്കുമല്ലോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. സവാള ഒന്ന് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടികൾ ആ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് നന്നായിട്ട് പൊടി വെന്ത് കിട്ടിക്കോളും. അവസാനം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പപ്സിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ മുട്ടയും കൂടി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. 5 മുട്ട പുഴുങ്ങിയിട്ട് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 10 പപ്സാണ് ഇത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ പൊറോട്ടയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ലെയറായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഓരോന്ന് ഇതുപോലെ ഇളക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ വന്നോളും. നമ്മൾ നന്നായിട്ട് നെയ്യും പിന്നെ പൊടിയൊക്കെ വിതറി കൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല, പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. ഇതുപോലെ നല്ല ഷീറ്റ് പോലത്തെ മാവാണ്. നമ്മൾ കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്തിട്ട് നല്ല തിന്നാക്കി എടുക്കണ്ട. ഫില്ലിങ് വെക്കുന്നത് കൊണ്ട് അടിഭാഗം മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മാത്രം മതി. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു മുട്ടയും കൂടി ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം
ഒരു ബോക്സ് ടൈപ്പിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ പഫ്സ് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് ആ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഷേപ്പ് വേണമെങ്കിൽ സമൂസയുടെ ഷേപ്പൊക്കെ ആക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് അതിൽ നിന്ന് വിടിയിച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ അങ്ങ് പരത്തിയിട്ട് തിന്നാക്കണ്ട. ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നടുവിൽ മസാല വെച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. എളുപ്പമാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതുപോലെയാണ് ഓരോന്നും ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കുക. തവയിൽ കുറച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ ഒരു നീട കൂട്ടങ്ങ് ഒഴിച്ച് കൊടുക്കണം കുറച്ച്. എന്നിട്ട് ഓരോന്നും വെച്ച് കൊടുക്കുക. ഒരു 4 എണ്ണം ഞാനൊരു സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എണ്ണയിൽ പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ആദ്യം വെച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. പിന്നെ അത് ഫ്രൈ ആയി വന്നോളും. ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓയിലോ നെയ്യോ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചട്ടം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മറിച്ചിടൽ നിങ്ങൾ നോക്കിക്കോ, ശരിക്കും ആ ഒരു പൊറോട്ടയുടെ ലുക്ക് തന്നെയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ പുറത്തും തട്ടടിയിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലെ ചൂടോടെ കഴിക്കണം. ഫ്രൈ ചെയ്തെടുത്ത ഉടനെ തന്നെ ചൂടോടെ നല്ല ചായയുടെ കൂടെ കഴിക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഓരോന്നായിട്ട് മാറ്റിയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു അളവിൽ ഒരു 10 എണ്ണമാണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുക. നല്ല പൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ പൊളി ടേസ്റ്റ് കേട്ടോ. ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പൊറോട്ടയുടെ മാവിൻ്റെ ഉള്ളിൽ നമ്മുടെ പഫ്സിൻ്റെ മസാല ഒന്നും പറയണ്ട. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്